അമേരിക്കയെ തള്ളിപ്പറഞ്ഞതിലൂടെ ഇറാൻ ലോകശക്തിയാവുകയാണ്. അപ്പോഴും ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇന്ത്യ ഇല്ല എന്നതാണ് ട്രംപിനെ അലോസരപ്പെടുത്തുന്നതും നരേന്ദ്രമോദിയുടെ യശസ് ഉയർത്തുന്നതും. ആ 21 മണിക്കൂറുകൾ ഇറാൻ എന്ന പ്രബല ശക്തിയുടെ ദൃഢനിശ്ചയമാണ് ലോകം കണ്ടത്. ഒപ്പം ഇനി ട്രംപ് ഒന്ന് അടങ്ങണം എന്ന സന്ദേശവും. നയതന്ത്ര ലോകത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ 21 മണിക്കൂറുകൾ. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദ് കഴിഞ്ഞ ദിവസം ചർച്ചാ സമയത്ത് സാക്ഷ്യം വഹിച്ചത് അത്തരമൊരു സാഹചര്യമാണ്. ലോകശക്തിയാണ് അമേരിക്ക, പേർഷ്യൻ കരുത്താണ് ഇറാൻ. ഇത്തരത്തിലുള്ള രണ്ട് ശക്തികൾ തമ്മിൽ നടക്കുന്ന മാരത്തോൺ ചർച്ചകൾ. എന്നാൽ അവസാനം ഒരു കരാറുമില്ലാതെ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം തങ്ങളുടെ അവസാനവട്ട ശ്രമങ്ങളുമായി എത്തിയപ്പോൾ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടുകളിലൂടെ ഇറാൻ അവിടെ പ്രതിരോധം തീർക്കുകയായിരുന്നു. അമേരിക്കയുടെ കടുത്ത നിബന്ധനകളെ അതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് തള്ളിയതിലൂടെ തങ്ങളുടെ പരമാധികാരത്തിന് മുകളിൽ ഒരു ശക്തിക്കും ഇനി സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടി ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ഇറാന്റെ വിജയവും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ മധ്യസ്ഥതയിലാണ് ചർച്ച നടന്നത്. ഇറാൻ പ്രതിനിധി സംഘത്തെ നയിച്ചത് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫ് ആയിരുന്നു. ഏപ്രിൽ 11 ആരംഭിച്ച ചർച്ചകൾ പിറ്റേന്ന് പുലർച്ചെ വരെ 21 മണിക്കൂറോളം നീണ്ടുനിന്നു. ഓരോ നിമിഷവും അമേരിക്ക ഇറാനുമേൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച അവസാനവും മികച്ചതുമായ ഓഫർ ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയും പ്രതിരോധ ശേഷിയും എന്നേക്കുമായി തളച്ചിടാനുള്ള ഒന്നായിരുന്നു. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ പതറിയില്ല. ഇറാൻ പ്രതിനിധികൾ ഓരോ നിബന്ധനയും യുക്തിയോടെയാണ് നേരിട്ടത്. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ JD വാൻസ് ഉയർത്തിയ പ്രധാന ആരോപണം ഇറാന്റെ ആണവ മോഹങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ല എന്ന ദീർഘകാല ഉറപ്പായിരുന്നു അമേരിക്കയ്ക്ക് വേണ്ടത്. എന്നാൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും പേരിൽ ഇറാന്റെ സാങ്കേതിക വികസനത്തെ ദീർഘകാലത്തേക്ക് തടഞ്ഞുവെക്കാനുള്ള അമേരിക്കൻ നീക്കമാണ് എന്ന് ഇറാൻ മറിച്ച് ആരോപിക്കുകയായിരുന്നു. ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയിൽ അവരുടെ സുരക്ഷാ ആവശ്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് തന്നെയാണ് ഇറാന്റെ വാദം. യുദ്ധത്തിലൂടെയും ഉപരോധത്തിലൂടെയും നേടിയെടുക്കാൻ കഴിയാത്ത ആനുകൂല്യങ്ങൾ ചർച്ചാമേശയിൽ നേടിയെടുക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളെ ശക്തമായി ഇറാൻ എംബസി വിമർശിക്കുകയും ചെയ്തു. ഈ ചർച്ചകൾ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹോർമുസ് കടലെടുക്കിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ കേന്ദ്രമായ ഈ ഒരു കടലെടുക്ക് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. ആ ആവശ്യങ്ങൾ ന്യായമായതുകൊണ്ട് തന്നെ അംഗീകരിക്കാതെ ഈ പാത തുറന്നു കൊടുക്കില്ല എന്ന ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഇറാൻ നൽകിയത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മേഖലയിൽ ഉണ്ട് എങ്കിലും തന്ത്രപരമായ മേധാവിത്വം അത് ഇറാന്റെ കൈകളിലാണ് എന്ന് ഈ ചർച്ചകളുടെ ഗതി വ്യക്തമാക്കുന്നു. തങ്ങളുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകിട്ടുന്നതും ഉപരോധങ്ങൾ നീക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഉറപ്പില്ലാതെ ഒരു കരാറിനും ഇറാൻ തയ്യാറല്ല. ചർച്ച പരാജയപ്പെടാൻ കാരണം അമേരിക്കയുടെ പിടിവാശിയാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട്. ഇറാന്റെ ഇന്ധന വിതരണത്തെയും സാമ്പത്തിക ഭദ്രതയും ബാധിക്കുന്ന വിധത്തിലുള്ള യുക്തിരഹിതമായ ആവശ്യങ്ങൾ അമേരിക്കൻ സംഘം മുന്നോട്ട് വെച്ചു. ഇറാൻ ജനതയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മുൻഗണന നൽകിയ സ്പീക്കർ ഗാലിബാഫും സംഘവും വിദേശ ശക്തികളുടെ ഒരു കൽപ്പനകൾക്കും വഴങ്ങില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ചർച്ചകൾക്ക് പാകിസ്ഥാൻ വേദിയൊരുക്കിയത് മേഖലയിൽ സമാധാനം നിലനിർത്താനാണ്. എന്നാൽ അമേരിക്കയുടെ കടുംപിടുത്തം ചർച്ചകളെ എങ്ങുമെങ്ങും എത്തിച്ചില്ല. വാൻസിന്റെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാകുന്നത് അമേരിക്ക ഇപ്പോഴും പഴയ സമ്മർദ്ദ നയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. എന്നാൽ ഇറാൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ നിന്നും മടങ്ങിയത് കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടാണ്. സ്വന്തം മണ്ണിലും വിദേശത്തും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും തങ്ങൾക്കുണ്ട് എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്ലാമാബാദിലെ ആ 21 മണിക്കൂർ ലോക ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്തുക അമേരിക്കയുടെ പരാജയമായും ഇറാന്റെ നയതന്ത്ര വിജയവുമായിട്ടായിരിക്കും. ആയുധങ്ങൾ കൊണ്ടോ സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ടോ ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ വിലക്കെടുക്കാൻ സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഒരു കരാറിലും എത്തിയില്ല എന്ന് JD വാൻസ് നിരാശയോടെ പറയുമ്പോൾ അത് വിട്ടുവീഴ്ചയില്ലാത്ത ഇറാന്റെ പോരാട്ടവീര്യത്തിന്റെ സാക്ഷ്യപത്രം തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിലെ അലയൊലികൾ പോലെ ഈ ചർച്ചകളുടെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ ലോക രാഷ്ട്രീയത്തിൽ പോലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഇതിനെ തുടർന്ന് പുറത്തു വന്നിരിക്കുന്ന ചില വിലയിരുത്തലുകളിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.